സൗത്ത് ഏഷ്യൻ പൊളിറ്റിക്സിൽ ഇതിലും വലിയൊരു ട്വിസ്റ്റ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ അഡ്രസ്സ് തന്നെ ആഗോള ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ പോകുന്ന അത്ര വലിയൊരു ഡെവലപ്മെന്റാണ് ഇപ്പോൾ അതിർത്തിയിൽ നടക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സംഭവിച്ചേക്കാവുന്ന ഏറ്റവും വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ഗെയിം ചേഞ്ചർ. ഇത്രയും കാലം കാശ്മീർ വിഷയം പറഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിരുന്ന പാകിസ്ഥാന് സ്വന്തം മണ്ണിൽ നിന്ന് തന്നെ ഇപ്പോൾ കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ പാകിസ്ഥാൻ അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന പാക് അധിനിവേശ കശ്മീർ അഥവാ POKയിലെ ജനങ്ങൾ ഒന്നടങ്കം തെരുവിൽ പാക് ഭരണകൂടത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വെറും ഒരു സാമ്പത്തിക സമരമല്ല ഇത്. ഇനി പാകിസ്ഥാന്റെ ആജ്ഞകൾ അനുസരിക്കാൻ ഞങ്ങളെ കിട്ടില്ല, ഞങ്ങൾക്ക് വേണ്ടത് ഇന്ത്യയുടെ പിന്തുണയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് POK ജനത ഇപ്പോൾ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതെ, ഒരു വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് POK നീങ്ങുമ്പോൾ ഇന്ത്യ നേരിട്ട് ഇടപെടണമെന്നാണ് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ POKയിൽ സംഭവിക്കുന്നത്? എങ്ങനെയാണ് പതിറ്റാണ്ടുകളായിട്ട് പുകയുന്ന ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ ഒരു വലിയ ജനകീയ വിപ്ലവമായിട്ട് മാറിയത്? വിശദമായിട്ട് നോക്കാം. കാര്യങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായിട്ട് POK പൂർണ്ണമായും നിശ്ചലമാണ്. ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി JAAC എന്ന ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പാകിസ്ഥാനെതിരെയുള്ള കടുത്ത സമരം നടക്കുന്നത്. റവാലക്കോട്ട് ഈദ്ഗാ മൈതാനത്ത് നടന്ന വമ്പൻ ജനസാഗരത്തെ അഭിസംബോധന ചെയ്ത പ്രമുഖ നേതാവ് സർദാർ അമൻ ഖാൻ നടത്തിയ ചില പ്രസ്താവനകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. അദ്ദേഹം പരസ്യമായി പാക് സർക്കാരിന് ഒരു വാർണിംഗ് നൽകിയിരിക്കുകയാണ്. POK ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമല്ല. നിങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾ തോക്കുകളിലൂടെയാണ് നേരിടുന്നതെങ്കിൽ ഞങ്ങൾക്ക് മുന്നിലും മറ്റ് വഴികളുണ്ട്. അതിലും ഞെട്ടിക്കുന്ന കാര്യം, അതിർത്തിയിലെ ലൈൻ ഓഫ് കൺട്രോൾ LOC മറികടന്ന് ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാണോ എന്ന ചോദ്യത്തിന് 10,000 ജനങ്ങൾ ഒരേ സ്വരത്തിൽ അതെ എന്ന് വിളിച്ചു പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പാക് സൈന്യം കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് POKയിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങളും മരുന്നുകളും പൂർണ്ണമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ക്രൂരമായിട്ടുള്ളൊരു മിലിറ്ററി ഉപരോധം. ജനങ്ങൾ പട്ടിണിയിലാണ്. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് ഒരു കാര്യം മാത്രമാണ്: ദയവായിട്ട് കശ്മീർ അതിർത്തി തുറക്കൂ, ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ റേഷനും മരുന്നുകളും തന്ന് സഹായിക്കൂ. ഇത്രയും വലിയൊരു പാക് വിരുദ്ധ വികാരം ഇവിടെ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിന്റെ തുടക്കം കഴിഞ്ഞ വർഷങ്ങളിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നാണ്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. ഒന്ന്, കനത്ത വൈദ്യുതി ചാർജ്. കൗതുകരമായ വസ്തുത എന്താണ് എന്ന് വെച്ചാൽ, പാകിസ്ഥാന് ആവശ്യമായിട്ടുള്ള ഭൂരിഭാഗം ജലവൈദ്യുതിയും ഹൈഡ്രോ ഇലക്ട്രിക് പവറും ഉൽപ്പാദിപ്പിക്കുന്നത് POKയിലെ മാംഗ്ല ഡാം പോലുള്ള സംവിധാനങ്ങളിൽ നിന്നാണ്. എന്നാൽ അവിടെയുള്ള ജനങ്ങൾക്ക് വൈദ്യുതി നൽകാതെ പഞ്ചാബ് പ്രവിശ്യയിലേക്ക് ഇത് മാറ്റുകയും പ്രാദേശിക ജനങ്ങൾക്ക് ഭീമമായ നികുതി ചുമത്തി വലിയ കറണ്ട് ബില്ല് നൽകുകയുമാണ് പാക് സർക്കാർ ചെയ്തത്. 2, ഗോതമ്പ് വില വർധനവ്. ജനങ്ങളുടെ പ്രധാന ആഹാരമായ ഗോതമ്പ് മാവിന്റെ സബ്സിഡി പാക് സർക്കാർ പൂർണ്ണമായും നിർത്തലാക്കി. ഇതോടെ ഡെയിലി എക്സ്പെൻസ് പോലും സാധാരണക്കാരന് താങ്ങാനാവാതെയായി. 3, വിവേചനവും ഭരണകൂട ഭീകരതയും. ഈ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്ത അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ പ്രധാന നേതാക്കളായ ഷൗക്കത്ത് നവാസ് മീർ ഉൾപ്പെടെയുള്ളവരെ പാകിസ്ഥാൻ അവിടുത്തെ ക്രൂരമായ ആന്റി ടെററിസം നിയമങ്ങൾ ചുമത്തി ജയിലിലടച്ചു. ഇതാണ് ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ പ്രകോപിപ്പിച്ചത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും കാശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങളും നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ജനകീയ വിപ്ലവത്തെ അടിച്ചമർത്താൻ അതിക്രൂരമായ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. ദുഡിയാൽ മേഖലയിലുണ്ടായ വെടിവെപ്പിൽ നിരവധി സാധാരണക്കാരായ ജനങ്ങൾക്കാണ് പരിക്കേറ്റത്. ചില മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളുടെ കൂട്ടായ്മയെ തകർക്കാൻ പാകിസ്ഥാൻ ജൂൺ ആദ്യം മുതൽ തന്നെ POKയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ്. ഈ വാർത്തകളും ദൃശ്യങ്ങളും ഒന്നും പുറം ലോകം അറിയാതിരിക്കാനാണ് പാകിസ്ഥാന്റെ ഈ ഒരു ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ട് തന്ത്രം. എന്നാൽ ഇതിനെല്ലാം പുറമെ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയ ഒരു പ്രസ്താവന തീക്കനലിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെയായി. റാവലക്കോട്ടിലെയും അതുപോലെ മിർപൂരിലെയും ജനങ്ങൾ യഥാർത്ഥ കശ്മീരികൾ അല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം. ഈ അധിക്ഷേപം ജനങ്ങൾക്കിടയിലെ പ്രാദേശിക വികാരം കൂടുതൽ ശക്തമാക്കി. ഇന്ത്യൻ ഭാഗത്തുള്ള ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം വൻതോതിലുള്ള വികസനങ്ങളും സമാധാനവും പുലരുമ്പോൾ തങ്ങളെ പാകിസ്ഥാൻ വെറും കോളനിയായി കണ്ട് ചൂഷണം ചെയ്യുകയാണ് എന്ന തിരിച്ചറിവാണ് ഇന്ന് POKയിലെ ഓരോ സാധാരണക്കാരനുമുള്ളത്. അതുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ ഇടപെടൽ പരസ്യമായിട്ട് ആവശ്യപ്പെടുന്നത്. ചരിത്രം എപ്പോഴും തിരുത്തി എഴുതപ്പെടാനുള്ളതാണ്. ഒരിക്കൽ കശ്മീരിന്റെ പേരിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിരുന്ന പാകിസ്ഥാൻ ഇന്ന് സ്വന്തം അതിർത്തികൾക്കുള്ളിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം കിട്ടാതെ നട്ടം തിരിയുകയാണ്. ഭക്ഷ്യക്ഷാമവും ഭരണകൂട ഭീകരതയും കാരണം ശ്വാസം മുട്ടുന്ന POK ജനത ഇന്ത്യയിലേക്ക് നോക്കി സഹായം അഭ്യർത്ഥിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നയതന്ത്ര നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന് വളരെ നിർണായകമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ആയുധമാണിത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.